എല്ലാവർക്കും ഓൾറൗണ്ടേഴ്സ് മല്ലൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തംബ്നെയിൽ പറഞ്ഞതുപോലെ ₹1 ഇല്ലാണ്ട് നമുക്ക് ₹1 ചിലവില്ലാതെ നമുക്ക് ക്ലോസറ്റ്, വാഷ് ബേസ്, അതിന് ബാത്റൂമിലെ ടൈൽസ് അടക്കം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മളെ നാടൻ ചെമ്പരത്തി ഇലയാണ് കേട്ടോ, നാടൻ ചെമ്പരത്തി ഇലയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അതിന് ₹1 നമുക്ക് ചിലവില്ല. നമുക്ക് നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഇലയാണ് നാടൻ ചെമ്പരത്തി ഇല. അത് നമുക്കൊരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ചെമ്പരത്തി ഇല ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് അതിലിട്ട് വയ്ക്കുക. ഇട്ടിട്ട് ശരിക്കും കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതെടുത്തിട്ട് നമുക്ക് ബാത്റൂമിൽ ക്ലോസറ്റ്, അതിനൊക്കെ വാഷ് ബേസോ അല്ലെങ്കിൽ പിന്നെ ടൈൽസോ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ വഴുവഴുപ്പ്, നമ്മൾ ടൈൽസിൻ്റെയും അതിനൊക്കെ ക്ലോസറ്റിൻ്റെയൊക്കെ വഴുവഴുപ്പാണ് മിക്ക ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ടാവുക. അതിനൊക്കെ കറകൾ, മഞ്ഞ കറകൾ, ഇങ്ങനെ പല പല കറകൾ അതിലുണ്ടാവാറുണ്ട്. അപ്പോൾ ആ കറകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കെമിക്കൽസ് ഉപയോഗിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ₹1 ചിലവില്ലാണ്ട് നമ്മളെ വീട്ടിൽ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ സുലഭമായി കിട്ടുന്ന ചെമ്പരത്തി ഇല കൊണ്ട് നമുക്ക് നന്നായിട്ട് ക്ലോസറ്റ് അല്ലെങ്കിൽ വാഷ് ബേസ് എല്ലാം കഴുകാൻ വേണ്ടി പറ്റും. ആ വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാനിവിടെ സമർപ്പിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ ബാത്റൂമിൽ ഉണ്ടാവും പലതരം കറകൾ ഉണ്ടാവും. ഈ ടൈൽസിൻ്റെയൊക്കെ നമ്മളെ ഉണ്ടാവും, ഇവിടെയൊക്കെ ടൈൽസിനൊക്കെ പലതരം കറകളുണ്ടാവും. അത് ചിലപ്പം ബോർ വെള്ളത്തിൻ്റെ കറകളുണ്ടാവും, അല്ലെങ്കിൽ സോപ്പ് കുളിക്കുമ്പോൾ തേച്ച സോപ്പിൻ്റെ കറകളൊക്കെ ഇവിടെയൊക്കെ ടൈൽസിനൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലോസറ്റിന് നമ്മളെ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലാണ്. ഈ ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ അഴുക്കുകളും കറകളൊക്കെ ഉണ്ടാവും. അത് നമ്മൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് ടൈൽസിനൊക്കെ ഉണ്ടാവും കേട്ടോ. ടൈൽസിനൊക്കെ ഇങ്ങനെ കറകൾ ഉണ്ടാവും. ഇതുപോലത്തെ കറകൾ ടൈൽസിനൊക്കെ ശരിക്കും നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഇത് ക്ലീൻ ആവില്ല, ഒരിക്കലും കാരണം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലോസറ്റ് കഴുകാൻ വേണ്ടി മാത്രമുള്ള സംഭവമാണ് കേട്ടോ. അല്ലാണ്ട് നമ്മളിത് ഈ ക്ലോസറ്റിൻ്റെ മുകൾ ഭാഗത്ത് ചില ആൾക്കാർ ഇത് ഉപയോഗിച്ചിട്ട് മുകൾ ഭാഗത്ത് ക്ലീൻ ചെയ്യുക, ഇവിടെ ക്ലീൻ ചെയ്യുക, അതൊന്നും ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലോസറ്റിൻ്റെ അകത്ത് മാത്രം ചെയ്യാനുള്ള സംഭവമാണ്. ഓക്കെ, ചില ആൾക്കാർ ഈ ടൈൽസ്, അതിനൊക്കെ ടൈൽസിൻ്റെ വാള് ഇതൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. അതൊന്നും ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. ഓക്കെ, നമുക്ക് ₹1 ചിലവില്ലാണ്ട് താളിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. നമ്മളിവിടെ താളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, താളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് നമ്മുടെ സ്വന്തം ബാത്റൂം ആകുമ്പോൾ ഒരു പ്രശ്നമില്ല, ആരെയും പിന്നെ മടിയും കൂടാതെ നമുക്ക് നന്നായിട്ട് കഴുകാനും വേണ്ടി പറ്റും. നമുക്ക് നമ്മുടെ താളി റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് നല്ല താളി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഈ ക്ലോസറ്റിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താണ്. ഒഴിച്ചതിന് ശേഷം അതിൻ്റെ വഴുവഴുപ്പൊക്കെ നമുക്ക് മാറാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾക്ക് ഒരു സ്ക്രാപ്പ് എടുത്തിട്ട് ഇത് ശരിക്കും നന്നായിട്ട് കഴുകുക. സിമ്പിളായിട്ട് നമുക്ക് കഴുകിയാൽ മതി. സിമ്പിളായിട്ട് കഴുകിയാൽ പുതുപുത്തൻ പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. പുതുപുത്തൻ പോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചില ആൾക്കാർക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, ഇതിൻ്റെ വഴുവഴുപ്പിനാണ് മെയിൻ പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷേ ഈ താളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഈ ഗ്യാപ്പിലൊക്കെ ഉണ്ടാവില്ല. ജസ്റ്റ് താളി എടുത്തിട്ട് ഇങ്ങനെ ആയി കൊടുത്താൽ മതി. ഓക്കെ, ഫ്രഷ് പോലെ ഇരിക്കും. നമുക്ക് ഈ വഴുവഴുപ്പ് ഉണ്ടാവില്ല. അതാണ് മെയിൻ. ഈ ക്ലോസറ്റിൻ്റെയും ഇതിനൊക്കെ കറ വരാൻ കാരണം വഴുവഴുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ക്ലോസറ്റിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ടൈൽസിന് ഇവിടെ നമുക്ക് കറകളൊക്കെ നമുക്ക് ഈ താളി ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാം. ജസ്റ്റ് എത്ര ഉള്ള കറയാണെങ്കിലും നമ്മളെ ഈ ബോർവെല്ലിൻ്റെ വെള്ളം കൊണ്ടാണ് മിക്ക വീടുകളിലും ഈ ക്ലോസറ്റ് ഇതിനൊക്കെ കറകൾ വരുന്നത്. അതൊക്കെ പൈപ്പിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് ഒരു പ്രശ്നമില്ല. ഇത് നമ്മൾ ₹1 ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഷവറിൻ്റെതായാലും നമ്മൾ സോപ്പിൻ്റെ കറകളാണ് കൂടുതൽ ഈ ഷവറിനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ₹1 ചിലവില്ലാതെ തന്നെ നമുക്ക് ഈ താളി ഉപയോഗിച്ചിട്ട്, ചെമ്പരത്തിൻ്റെ ഇലയുടെ താളി ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് കഴുകാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. പുതിയ വീഡിയോകളായിട്ട് നമ്മൾ വരും. അതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം. നേരത്തെ ടൈൽസിൽ ഇങ്ങനെ കുറച്ച് ഒഴിച്ചതിന് ശേഷം ഇങ്ങനത്തെ സ്കാബ് ഉപയോഗിച്ചിട്ട് ശരിക്കും നമ്മൾ അമർത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈൽസിൻ്റെ വഴുവഴുപ്പ് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈൽസിൻ്റെ വഴുവഴുപ്പ് കാരണമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്
മെയിൻ ഇതും ഉപയോഗിക്കാം. കാരണം നമുക്ക് ഈ താടി ഏറ്റവും നല്ലതാണ്, നമുക്ക് പൈസ ചിലവില്ല. അതുപോലെ തന്നെ ബാത്റൂം നമുക്ക് നന്നായി ക്ലീൻ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നല്ല കളറായിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ പോയിട്ട് കണ്ട, ഈ എണ്ണമയൊക്കെ പോയിട്ട് കണ്ട, സിമ്പിളായിട്ട് നല്ല സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ 1 രൂപ ചിലവില്ലാണ്ട് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കേസാണ് കണ്ടോ. ഇതിനൊക്കെ കറകളും കാര്യങ്ങളും സോപ്പിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പൈപ്പിൻ്റെ ഇതൊക്കെ കളറായിട്ടുണ്ട്. ഇതൊക്കെ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ കേസേ ഉള്ളൂ. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.